സ്വാമി സന്ദീപാനന്ദഗിരിയുടെ ഒരു ഉപദേശമുണ്ട്. ചാണകത്തെ ദൂരെ നിർത്തുന്നത് പഴയ ചാണകമല്ല ഇന്നത്തെ ചാണകം. പണ്ടത്തെ ചാണകം നമുക്ക് നല്ലതായിരുന്നു. അതുകൊണ്ട് ഇതൊരല്പം ദൂരെ നിർത്തുന്നത് നമുക്കും നമ്മുടെ ദേശത്തിനും ഒക്കെ നല്ലതാണ്. കേട്ടോ, അറിവും വിവരവും ചിന്താശേഷിയുമുള്ള കാഷായ വസ്ത്രധാരികൾ പറയുന്നത് വളരെ കൃത്യമായി കേൾക്കേണ്ടതാണ്. ചിലർക്ക് ഈ വേഷം കച്ചവടമാണ്. എന്നാൽ ശരിയായ ഉദ്ദേശശുദ്ധിയിൽ ആ ശിരോവസ്ത്രം ഉപയോഗിച്ച് ഈ നാടിൻ്റെ ചിന്താഗതിയെ നവീകരിക്കാൻ പരിശ്രമിക്കുന്ന വ്യക്തിത്വമാണ് അദ്ദേഹം. നേരത്തെ സംഘപരിവാറുകാർക്ക് അതുകൊണ്ട് തന്നെ വലിയ കണ്ണുകടിയാണ്. കാര്യം നമ്മൾ ഈ വേഷം എന്ന് പറഞ്ഞാൽ പൊതുവെ കച്ചവടത്തിനാണല്ലോ ഉപയോഗിക്കുന്നത്. ഇത് മറയാക്കി മാക്സിമം ജനങ്ങളെ വിശ്വാസത്തിൻ്റെ കാര്യം പറഞ്ഞ് ഊറ്റുക. എന്നാൽ അതിലുപരി വസ്തുനിഷ്ഠമായി കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇന്നത്തെ കാലഘട്ടത്തിൽ ജനങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ് അദ്ദേഹം തുടക്കം പറഞ്ഞത്. ചാണകത്തിൽ ചവിട്ടല്ലേ, പോയി ജീവിതം പാഴാണ്. ശരിയാണ്, ചാണകക്കുഴി വീണാനുള്ള അവസ്ഥ അറിയാമല്ലോ. ആ അവസ്ഥയെന്ന് പറഞ്ഞാൽ തീർത്തും പരിതാപകരമാണ്. രാഷ്ട്രീയത്തിലെ ചാണകക്കുഴിയിലാണെങ്കിലും ഇത് തന്നെയാണ് അവസ്ഥ. ഒരു കാലത്തും നേരം വെളുക്കില്ല. അത് ന്യൂനപക്ഷ ചാണകക്കുഴിയിലാണെങ്കിലും ശരി, ഭൂരിപക്ഷ ചാണകക്കുഴിയിലാണെങ്കിലും ശരി, അക്കാര്യത്തിൽ വളരെയധികം ശ്രദ്ധ വേണം. ഇക്കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹം ഇങ്ങനെ ഒരു പ്രസംഗം വളരെ ശക്തമായ ഭാഷയിൽ ഇന്നത്തെ കാലഘട്ടത്തിനനുസൃതമായി ജനങ്ങൾ മനസ്സിലാക്കാൻ നടത്തിയത്. കുറച്ചുകൂടി അതിൻ്റെ വിശദമായ ഭാഗമുണ്ട്, കേട്ടെ. നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കണം, നിങ്ങളുടെ കുട്ടികളെ ഈ ചാണകം ചവിട്ടുന്നുണ്ടോ എന്ന് വളരെ കാര്യത്തിലോടെ. ഭർത്താക്കന്മാർ ഭാര്യമാരെ, അമ്പലത്തിലൊക്കെ പോകുന്ന ഭാര്യമാരെ, നാരായണീയം ഗ്രൂപ്പ്, ഭാഗവതം ഗ്രൂപ്പ്, സത്സംഗം, ഇതെല്ലാം തന്നെ ഇത്തരം മണ്ടത്തരങ്ങളും പൊട്ടത്തരങ്ങളും പറയാനുള്ള ഗ്രൂപ്പാണ്. അതിലൊന്നും പോയി അറിഞ്ഞോ അറിയാതെയോ തല വെക്കരുത്. സയനൈഡ് കുടിച്ചു നോക്കണ്ടല്ലോ ചാവും എന്നുള്ളതിന്. അതുകൊണ്ട് ചാണകത്തെ ദൂരെ നിർത്തുന്നത് പഴയ ചാണകമല്ല ഇന്നത്തെ ചാണകം. പണ്ടത്തെ ചാണകം നമുക്ക് നല്ലതായിരുന്നു. അതുകൊണ്ട് ഇതൊരല്പം ദൂരെ നിർത്തുന്നത് നമുക്കും നമ്മുടെ ദേശത്തിനും ഒക്കെ നല്ലതാണ്. ഒരിക്കൽ കൂടി നിങ്ങൾക്ക് നമുക്ക് എല്ലാവർക്കും നല്ലത്, ഒരു സന്യാസി എന്ന നിലയിൽ നല്ലത് വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇനിയും നമുക്ക് കാണാം ഇൻഷാ അല്ലാഹ്. അതുവരേക്കും ലാൽ സലാം. അമ്പലങ്ങളും ആരാധനാലയങ്ങളും കേന്ദ്രീകരിച്ച് പല തരത്തിലുള്ള വാട്സപ്പ് ഗ്രൂപ്പുകൾ തുടങ്ങിയിട്ടുണ്ട്. പല പേരുകളാണ്. ഭക്തി വാരി വിതറുന്ന രീതിയിലുള്ള പേരുകളിട്ട് വിശ്വാസികളായിട്ടുള്ള പാവപ്പെട്ട മനുഷ്യരുടെ ഉള്ളിലേക്ക് പച്ച കള്ളവും വിഷവും കുത്തി നിറയ്ക്കാൻ വേണ്ടി ഇവർ പല രൂപത്തിലും പല ഭാവത്തിലും വരും. അപ്പോൾ ക്ഷേത്രത്തിൽ പോകുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം. സ്വാമി സന്ദീപാനന്ദഗിരിയുടെ ഈ വാക്കുകൾ വളരെ പ്രസക്തമാണ്. അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങളായിക്കോട്ടെ, അദ്ദേഹത്തിൻ്റെ ഗീതാ പഠന ക്ലാസ്സുകളായിക്കോട്ടെ, ശ്രവിച്ചിട്ടുള്ളവർക്കറിയാം എത്രമാത്രം വിഷയത്തിൽ അദ്ദേഹം എക്സ്പേർട്ടാണെന്നും അതിൽ അഗാധ പാണ്ഡിത്യമുണ്ട് എന്നുള്ള കാര്യവും. അത് നമ്മുടെ സംഘികൾക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. 4, 3, 7 സംസ്കൃത പദവും പഠിച്ചു വെച്ച് അത് വെച്ച് മാക്സിമം കച്ചവടം ചെയ്യുന്നവർക്കാണ് സംഘപരിവാർ കേന്ദ്രങ്ങളിൽ വലിയ സ്വീകാര്യതയുള്ളത്. അവർക്ക് അതിനൊപ്പം കമ്മീഷൻ കൂടി വാങ്ങിച്ചു കൊടുക്കാമെങ്കിൽ അവരെ ഏതറ്റം വരെ വേണമെങ്കിലും ഇവരുടെ വാട്സപ്പ് യൂണിവേഴ്സിറ്റി വഴി വലിയ പ്രചാരം കൊടുത്ത് ആളെ കൂട്ടിച്ച് ഇവർ കച്ചവടം നടത്തി ജീവിക്കും. അതുകൊണ്ടാണ് പുതിയ കാലഘട്ടത്തിൽ അത്തരം ചാണകങ്ങളെ മാറ്റി നിർത്തിയിട്ട് വിശ്വാസികൾ ശരിയായ രീതിയിൽ വിശ്വാസത്തിൻ്റെ പാതയിലേക്ക് പോകണം. പുതിയ കാലഘട്ടത്തിലെ കുട്ടികൾ അത്തരം ചാണകക്കുഴികളിൽ വീണുപോയി കഴിഞ്ഞാൽ അവരുടെ ചിന്താശേഷിയും കാഴ്ചപ്പാടെല്ലാം തുലഞ്ഞു പോകുമെന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് വിശ്വാസ സമൂഹത്തെ അദ്ദേഹം ഈ രീതിയിൽ ഉപദേശിക്കുന്നത്. ആ ഉപദേശം നമ്മൾ ശിരസാൽ വഹിക്കേണ്ടതാണ്. അത് ഈ നാടിൻ്റെ കൂടി ആവശ്യമാണെന്ന് മാത്രമാണ് പറയാനുള്ളത്.